അസ്സലാമു അലൈക്കും. ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, ഖുർആനിൽ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന സത്യ സന്ദേശം ലോകരോട് വിളിച്ചു പറയുവാൻ വേണ്ടിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലേക്ക് വന്നുകൊണ്ട് ആദ്യമായി പറഞ്ഞതും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നതാണ്. അപ്പോ മക്കയിലെ മുശ്രിക്കുകൾ, ഖുറൈശികളായ മുശ്രിക്കുകൾ, അവർ അള്ളാഹുവിലെ വിശ്വസിച്ചിരുന്ന ആളുകളാണ്, പഠിച്ച കാര്യങ്ങളാണ്. അള്ളാഹു ആണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്നും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അള്ളാഹു ആണെന്നും അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അവർ വിശ്വസിക്കാത്ത ഒരു കാര്യം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഒരു കാര്യമാണ് അവർ വിശ്വസിക്കാതിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി എതിർത്തതും ഈ ഒരൊറ്റ കാര്യത്തെയാണ്. അപ്പോ ഈ ഒരു പ്രവാചകന്റെ ഈ പ്രബോധനം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് നാം ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് മറ്റ് അള്ളാഹു അല്ലാത്ത ആളുകളെ, ഔലിയാക്കളെയും മറ്റു മഹാന്മാരെയും ഇടയാളന്മാരാക്കി വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ അല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതല്ല അതാണല്ലോ സുഹൃത്തെ ഇതുവരെ ഇവിടെ സംസാരിച്ചത്. ഇടയാളരാക്കിയിട്ട് പറയുന്നത് കൊണ്ടും വിളിക്കുന്നത് കൊണ്ടും ഒന്നും യാതൊരു ശിർക്കും വരൂല എന്ന്. അത് നിങ്ങൾ കേട്ടു, അതിൽ വെച്ചിട്ട് സംസാരിക്കുക. അത് നിങ്ങൾ കേട്ടല്ലോ. കേട്ടു. ഇവിടെ നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്കൊരുപാട് തെറ്റിദ്ധാരണ ഉണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിച്ചതല്ല, ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ, വേറെ ഒരു ഇലാഹുമില്ല എന്നാണ്. അതിന്റെ മറുഭാഗം എന്താണ്? അള്ളാഹു അല്ലാതെ ഇലാഹുണ്ടെന്ന് മുശ്രിക്കുകൾ വിശ്വസിക്കുന്നുണ്ട് എന്നല്ലേ? അല്ലേ? അപ്പൊ എവിടെയാണ് ശിർക്ക്? എവിടെയാണ് ശിർക്ക്? നിങ്ങൾക്ക് അതിനെന്താ മനസ്സിലായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ്. ആ തൗഹീദിന്റെ അർത്ഥം എന്താ? ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ട് എന്ന് പറയുന്നതല്ല ശിർക്ക്? ശിർക്ക്. അപ്പൊ ആരാധനക്കർഹൻ മറ്റാരോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ശിർക്ക് എന്ന് ബോധ്യപ്പെട്ടില്ലേ? ഇവിടെ അങ്ങനെ പറയുന്ന വല്ല സുന്നികളുണ്ടോ? ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റു വല്ലവരുണ്ട് എന്ന്? ഞാൻ ഉസ്താദിനെ വിമർശിക്കാൻ അല്ല, വിമർശിക്കൽ. നിങ്ങൾ ചോദിച്ച നിങ്ങളെ ധരിപ്പിക്കുകയാണ് ഞാൻ. നിങ്ങളെ ധരിപ്പിക്കുന്നത് നിങ്ങളല്ലാത്ത എല്ലാവർക്കും കൂടി മനസ്സിലാകാൻ വേണ്ടി നിങ്ങളെ തന്നെ മനസ്സിലാക്കി തരികയാണ്. ഞാൻ ഗണ്ണിക്കല്ല, ചോദ്യം ചെയ്യുമല്ല. നിങ്ങൾക്ക് മനസ്സിലാണല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ വേറെ ആരുമില്ല, ഇത് തൗഹീദ്. അപ്പൊ ഇതിന്റെ മറുവശം അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരൊക്കെയോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് ശിർക്ക്. ഈ ശിർക്ക് മുസ്ലിമീങ്ങളിലുണ്ടോ? ഉണ്ടോ? ആരാധനക്കർഹൻ അള്ളാഹു അല്ലാത്ത മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല. വിളിച്ചു പ്രാർത്ഥിക്കല്ല ഇവിടെ വിഷയം. വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്ത് നിങ്ങൾ എന്തിനാ എത്തുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പ്രാർത്ഥിക്കൽ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ കഥ കേട്ടില്ലേ? വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ അർത്ഥമേ ദുആ എന്ന വാക്കിന് എവിടെയുമില്ല എന്ന് ഭാഷയിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടോ? നിങ്ങൾ അതിൽ പറയും കേട്ടോ എന്ന് എല്ലാവരും കേൾക്കണം. കേട്ടു. എന്നാ അത് നിങ്ങൾക്ക് കേട്ടു മനസ്സിലായിട്ടുണ്ടോ? ഇനി ദുആ നന്നയിൽ അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നൊരു അർത്ഥം നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ ദുആന്റെ വർത്താനം പിടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ മനസ്സിലാക്കാലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, ഇത് തൗഹീദ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ പലരുമുണ്ട്, ഇത് ശിർക്ക്. ഇത് മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. അവരോടാണ് അല്ലാഹു തആല ഈ പറഞ്ഞ ആയത്തുകളെല്ലാം പറഞ്ഞത്. മുസ്ലിമീങ്ങളിൽ ആരും അങ്ങനെ വിശ്വാസമുള്ളവരില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരുത്തൻ മുസ്ലിം ആവൂലല്ലോ. അല്ല, അപ്പൊ നമ്മളെ മുസ്ലിമീങ്ങളിൽ ആരും അങ്ങനെ വിശ്വാസമുള്ളവരില്ലല്ലോ. മുസ്ലിമായ ഒരാളും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ അറിവില്? ഇല്ല. ഞാൻ ഉദാഹരണമായിട്ട് യാ ബദരീങ്ങളെ എന്ന് പറയും. പക്ഷേ അള്ളാഹു അല്ലാതെ ഇലാഹുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നവരായി നിങ്ങൾ പറയുന്നുണ്ടോ? അല്ല. ഒരു കാര്യം ഞാൻ ഉസ്താദിനോട് ചോദിച്ചു. അപ്പൊ ഇത് തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് തന്നെയല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറിച്ച് അള്ളാഹു അല്ലാതെ ഇലാഹു ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. മസലുല്ലദീന ഇത്തഖദു ആലിഹതൻ മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹുകൾ ധാരാളമുണ്ടെന്ന് വിശ്വസിച്ചു. നിങ്ങൾക്ക് അർത്ഥം കുറച്ച് പേച്ചിട്ടുണ്ട്. ആകാശഭൂമികളെ പടച്ചത് അള്ളാഹുവാണ്, നമ്മളെ പടച്ചത് അള്ളാഹുവാണ്, മാനം പടച്ചതും നക്ഷത്രം പടച്ചതും അള്ളാഹുവാണ്. പക്ഷേ ഇലാഹാണ് ഞങ്ങളുടെ വിഗ്രഹങ്ങളും എന്നവർ വിശ്വസിച്ചു. ഇലാഹാണ് എന്ന് വിശ്വസിക്കാൻ ആകാശം പടക്കണ്ട, നക്ഷത്രം പടക്കണ്ട. നമ്മുടെ ഒരു കഞ്ഞി കൊണ്ടു തരുന്ന ഇടപാട് അയാളുടെ സ്വയം ശക്തി കൊണ്ടാണ് എന്ന് വിശ്വസിച്ചാൽ ഇലാഹാക്കലായി. ഇത് മക്കത്തെ മുശ്രിക്കുകൾ ചെയ്തിരുന്നു, മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞത്. മുശ്രിക്കുകളുടെ പ്രവൃത്തി ചെയ്യുന്നവർന്നും അവരെ പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മുടെ മുസ്ലിമീങ്ങളിൽ ആരും അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെയും ഒരു വലിയനെയും ഇലാഹായി വിശ്വസിക്കുന്നില്ല. വലിയുല്ലാഹി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാ.
നബിയുല്ലാഹി എന്ന വാക്കിന്റെ അർത്ഥം അള്ളാന്റെ പ്രവാചകൻ എന്നാ. അപ്പൊ അള്ളാന്റെ പ്രവാചകൻ, അള്ളാന്റെ വലിയ എന്ന് വിശ്വസിക്കുന്നത് അള്ളാന്റെ പുറമെ കൂടെയുള്ള ഇലാഹ് എന്നല്ലല്ലോ. അല്ല, അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ. മക്കത്തെ മുശ്രിക്കുകൾ അങ്ങനെയല്ല, വിഗ്രഹങ്ങളെ ഇലാഹാണ് എന്ന് വിശ്വസിച്ചിരുന്നു. ഇല്ലേ? അല്ലേ? അവര് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് സഹായം തേടുവാൻ അടയാളന്മാരായിട്ട് ഉപയോഗിച്ചിരുന്നു. കാരണം ഞാൻ പഠിച്ചതെന്ന് വെച്ചാല്, നിങ്ങൾ പഠിച്ചത് ഏതോ ഒരു പരിഭാഷ വായിച്ചിട്ടുള്ളൂ ചെറുപ്പക്കാരനെ. അല്ല, എനിക്ക് ദീനി കാര്യങ്ങളിൽ വലിയ അറിവൊന്നുമില്ല. ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് ഉസ്താദിനോട് സംശയം ചോദിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന് ശേഷം ആദ്യമായി ചെയ്തത് കഅബയിലുണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടക്കിയാണ്. എന്തുകൊണ്ട്? ഈ വിഗ്രഹങ്ങളെ കുറിച്ച് എന്താണ് മക്കയിലുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത്? നേരത്തെ തന്നെ ഉസ്താദ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അതില് ഇമാം റാസിയുടെ വിവരണം എനിക്ക് കൂടുതൽ അറിയില്ല. ഇമാം റാസിയുടെ വിവരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതില് അവസാനം 4ാമത്തെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല്, ഈ കുഫറിന്റെ അടയാളങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരെ കാഫിരീങ്ങൾ എന്ന് വിളിക്കും, മുശ്രിക്ക് എന്ന് വിളിക്കില്ല. അത് ഒരു കൂട്ടരെ പറ്റി, അത് വേറെ ഏതോ ഒരു കൂട്ടരെ പറ്റിയ. മക്കത്തെ മുശ്രിക്കീങ്ങൾ എല്ലാവരെ പറ്റിയല്ല. ബഹുദൈവ വിശ്വാസികളായി ഖുർആന്റെ സംബോധിതരായ ജനതയിൽ പല വിഭാഗമുണ്ടായിരുന്നു. ആ പല വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ദൈവികത ആരോപിക്കാതെ തന്നെ ഇബാദത്തുകൾ ചെയ്തിട്ട് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു പൂജിച്ചിരുന്നു. അവർ കാഫിറാണ് എന്ന് റാജി വിവരിച്ചതാണ് ഞാൻ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തത്. മനസ്സിലായോ? നേരെ മറിച്ച് മക്കത്തെ മുശ്രിക്കുകളിൽ ഹുബുൽ ദേവൻ വലിയ ദേവനാന്നാ വിശ്വസിച്ചിരുന്നത്, ലാത്ത ദേവിയാണ് എന്നാ വിശ്വസിച്ചിരുന്നത്, ഉസ്സ ദേവിയാണ് എന്നാ വിശ്വസിച്ചിരുന്നത്. ദേവി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പെൺദൈവം എന്നല്ലേ? അപ്പൊ പെൺദൈവത്തെയും ആൺദൈവത്തെയും വിശ്വസിച്ചിരുന്നതായ മക്കത്തെ മുശ്രിക്കുകളെ പോലെയുള്ള വിശ്വാസമാണ് ശിർക്ക്. ഈ ശിർക്കിനെതിരിലാണ് ഖുർആൻ നിരന്തരം പ്രബോധനം ചെയ്തത്. അത്തരം ശിർക്കുകൾക്കെതിരിലാണ് മുൻഗാമികളായ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത്. ഇവിടുത്തെ അംബിയാവുലിയ എന്ന് പറയുന്നവർ ശഫാഅത്ത് ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ശഫാഅത്ത് അള്ളാഹുവിൽ ഉണ്ട് എന്നുള്ള വിശ്വാസം അള്ളാഹുവിന്റെ അനുവാദമുള്ളവർക്കും അറിയിച്ചിട്ടുള്ളവർക്കും വിശ്വാസം സത്യമാണ്. ഇതല്ലേ നമ്മൾ ആയത്തോതിയത്? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോ. ഖുർആനിലെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അന്ത്യനാളിൽ നമ്മൾ ഈ ദുനിയാവിൽ ഞാൻ പ്രവർത്തിച്ചതേ എനിക്ക് ഫലം ചെയ്യുകയുള്ളൂ. അന്ന് അന്ത്യനാളിൽ പടച്ചവന്റെ അടുക്കല് ആരുടെയും ശഫാഅത്ത് വിലപ്പോവില്ല എന്ന് പറയുന്നുണ്ട്. അതെ, അവിടെ പറയാം. അതാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞ തൊൽഖ് ബിൻ ഹബീബ് ഓതിക്കൊടുത്ത ഒരായത്ത്. ഈ ആയത്തിനെ ഒക്കെ ജാബിർ റളിയല്ലാഹു അൻഹു ഗണ്ണിച്ചിട്ട് പറഞ്ഞു അതൊക്കെ കാഫിരീങ്ങളെ കുറിച്ചാണ്, മുസ്ലിമീങ്ങൾക്കും മൂമിനീങ്ങൾക്കും അത് ബാധകമല്ല. അള്ളാഹു ശഫാഅത്തിന് അധികാരം കൊടുക്കുന്ന നാളെ ആഖിറത്തിൽ ശഫാഅത്തുള്ളവരുടെ ശഫാഅത്ത് ഈ ആയത്ത് കൊണ്ട് നിഷേധിക്കാൻ പറ്റൂല എന്ന് തൊൽക്കിന് ജാബിർ റളിയല്ലാഹു അൻഹു വിവരിച്ചു കൊടുത്തത് ഞാനിവിടെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു. താങ്കൾ കേട്ടോ? കേട്ടോ? എന്നാ പിന്നെ അത് മനസ്സിലായിക്കോളി. അപ്പൊ ശഫാഅത്തുണ്ട്. ശഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞത് കാഫിറുകൾക്കാണ്. കാഫിറുകൾക്ക് ശഫാഅത്തില്ല എന്നും അവർക്ക് ശുപാർശക്കാരും അനുവാദം കൊടുക്കൂല എന്നുള്ള ആയത്തുകളെ മുസ്ലിമീങ്ങളുടെ മേലിൽ വെച്ച് കെട്ടുന്നത് തെറ്റാവുന്നു എന്ന് സ്വഹാബികൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വഹാബിയത്തും ചെയ്യുന്നത്. അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ഈ ചോദ്യത്തിനൊക്കെ കാരണം. വേറൊരു ചോദ്യം, ഇത് മനസ്സിലായല്ലോ? ഇത് മനസ്സിലായില്ലേ? കംപ്ലീറ്റ് മനസ്സിലായില്ല. ഉസ്താദിനോടൊന്ന് നേരിട്ട് ആകാത്ത ഒന്നും കൂടി പറയും. ആകാത്ത ഇവിടുന്ന് എല്ലാവരും എത്തുന്നുള്ളൂ ഒന്ന് പറയും, ഒന്ന് പറഞ്ഞിട്ട് തീർത്തു പോകണം. ഇപ്പോഴും എനിക്ക് അത് ഏതൊക്കെ ആയത്തുകളാണെന്നുള്ളത് ജാബിർ റളിയല്ലാഹു അൻഹു ഗണ്ണിച്ചെന്ന് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു ഏതൊക്കെ ആയത്തുകളാണെന്നുള്ളത് ഞാൻ ആയത്ത് പറഞ്ഞുതരാം. ഇന്നല്ലദീന കഫറൂ ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു ലിയഫ്തദൂ ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമത്തി മാ തുഖബ്ബല മിൻഹും വലഹും അദാബുൻ അലീം. ഒറ്റയ്ക്ക് ഞാൻ അർത്ഥം പറഞ്ഞുതരാം. ഏത് സൂറത്താണ്? സൂറത്തുൽ മാഇദ 36-ാമത്തെ ആയത്ത്. സൂറത്തുൽ മാഇദ 36-ാമത്തെ ആയത്ത്. അർത്ഥം വെച്ചേരണോ? അർത്ഥം പറഞ്ഞു. ഇന്നല്ലദീന കഫറു, അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, ലൗ അന്നലഹും, അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ, മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ, വമിസ്ലഹു, അതിന് തുല്യമായതും, മാഹു, ഭൂമിയിലുള്ളതിനോടൊപ്പം അതിന് തുല്യമായതും കൂടി കിട്ടിയിരുന്നെങ്കിൽ, ലിയഫ്തദൂ ബിഹി, അതുകൊണ്ട് അവർ ദണ്ഡം കൊടുത്ത് രക്ഷ നേടാൻ, മിൻ അദാബി യൗമിൽ ഖിയാമ, അന്ത്യനാളിലെ ശിക്ഷയെ തൊട്ട് രക്ഷ നേടാൻ വേണ്ടി ദണ്ഡം കൊടുക്കാൻ ഭൂമിയിലുള്ളത് ആസകലം കിട്ടിയിരുന്നാലും അതിന്റെ ഇരട്ടി കിട്ടിയാലും മാതുഖുബ്ബില മിൻഹും, അവരിൽ നിന്നത് സ്വീകരിക്കപ്പെടൂല. വലഹും അദാബുൻ അലീം, അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. ഒരു ശഫാഅത്തും അവർക്ക് ഉപകരിക്കൂല. യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ വമാ ഹും ബിഖാരിജീന മിൻഹാ, അവർ നരകത്തിൽ നിന്ന് പുറപ്പെടണമെന്ന് വിചാരിക്കും, പക്ഷേ പുറപ്പെടൂല. വലഹും അദാബുൻ മുഖീം, അവർക്ക് നിത്യമായ അദാബുണ്ട്. ഈ ആയത്തോതിയിട്ട് വിശ്വാസികൾക്ക് ശഫാഅത്തില്ല എന്നുള്ളത് നിഷേധിച്ചപ്പോ ഒരു റിപ്പോർട്ടിലുള്ളത് ജാബിർ റളിയല്ലാഹു അൻഹു യസീദ് ഇബ്നു സുഹൈബിനിൽ ഫഖീർ എന്ന ആളോട് പറഞ്ഞു, മൂമിനീങ്ങളെ കുറിച്ച് പറയുന്നതല്ല, ഈ ആയത്തിന്റെ തലവാചകം ഓതു. കാല ഉത്തുലു അവ്വലല്ലായ, ആയത്തിന്റെ തുടക്കം ഓതടോ എന്ന് പറഞ്ഞു.
അപ്പൊ മൂപ്പര് ഇന്നല്ലദീന കഫറൂ ലൗ അന്ന ലഹും എന്നോതി. അപ്പൊ മൂപ്പര് പറഞ്ഞു അല്ലായ അല ഇന്നഹും അല്ലദീന കഫറൂ, കാഫിരീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. മുസ്ലിമീങ്ങൾക്ക് ഉപകരിക്കും, അവർക്ക് ശഫാഅത്തുണ്ട്, അവർ ശിക്ഷ കഴിഞ്ഞ് നരകത്തിൽ നിന്ന് ശഫാഅത്ത് പ്രകാരം പുറപ്പെടും. ഇത് വിശ്വസിക്കണം, ഇത് നബി പറഞ്ഞിരിക്കുന്നു, എന്റെ കാത് പൊട്ടട്ടെ നബി ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് ഇബ്നു കസീർ 252, 51 പേജുകളിൽ വിവരിച്ചിട്ടുണ്ട്. ഇത് ആര് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്? ഇത് ഇബ്നു മർദബൈഹി, ഇബ്നു അബി ഹാത്തം തുടങ്ങി ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷഫാഅത്തിന്റെ ഹദീസ് ബുഖാരി, മുസ്ലിം ഒക്കെ നിവേദനം ചെയ്തിട്ടുണ്ട് സുഹൃത്തെ. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, എല്ലാ ഹദീസിന്റെ കിതാബിലും ഷഫാഅത്തിന്റെ ഹദീസ് ഉണ്ട്. അപ്പൊ മൂമിനീങ്ങൾക്ക് ഷഫാഅത്തുണ്ട്, കാഫിറുകൾക്ക് ഷഫാഅത്തില്ല എന്നുള്ള ആയത്തൊക്കെ ഈ മുസ്ലിമീങ്ങൾക്കെതിരിൽ ഓതുന്നതാണ് വഹാബികൾ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഞാനിതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പഠിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ വേറൊരു ചോദ്യം ഇപ്പം പറഞ്ഞ മനസ്സിലായല്ലോ. മനസ്സിലായി.